കർണാടകയിലെ നാഗർഹോൾ കാടിൻ്റെ വേറൊരു ഭാഗമായ കബനി ഫോറസ്റ്റിലാണ് ഇന്ന് പോണത്. ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഫോറസ്റ്റാണ്. എനിക്കിങ്ങനെ കാടിൻ്റെ ഡീപ്പ് കാട്, അതുപോലെ കാടിൻ്റെ ഭംഗി, അതിലിങ്ങനെ ലൈവായിട്ട് മൃഗങ്ങൾ പോണത് കാണുക, അത് ഭയങ്കര ഇഷ്ടമാണ്. നാഗർഹോളിൻ്റെ തന്നെ നാനാച്ചി ഗേറ്റിൽ ഞങ്ങൾ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ ആസ് യൂഷ്വൽ കാണുന്ന മൃഗങ്ങൾ തന്നെ കാണാൻ പറ്റിയിട്ടുള്ളൂ. ടൈഗറിനെ ഇതുവരെ കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോയിരുന്നത്. പക്ഷെ ഇപ്പം ഞാനത് വിട്ടു. കാടിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റെയറായിട്ടാണ് നാഗർഹോൾ കാട്ടിൽ സാധാ നോർമൽ ആന, മറ്റേ കാട്ടുപോത്ത്, കാട്ടുപന്നി, മാന്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും കാണാൻ പറ്റും. പക്ഷേ പുലിനെ കാണുന്നത് ഭയങ്കര റെയറാന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാനത് വിട്ടു. ഈ കാടിൻ്റെ ഭംഗി നമുക്ക് അറിയണമെങ്കിൽ ശരിക്കും കാട്ടിൽ പോകാൻ വേണം. നമ്മൾ എത്ര വീഡിയോസ് കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ കാട്ടിൽ തന്നെ പോകണം. എന്തൊരു ഭംഗിയാണെന്ന് അറിയാം. ഇവിടെ ഓരോ മരങ്ങളും അതൊക്കെ പ്രകൃതിയിൽ കറക്റ്റ് അത് ഒരു മരം ഉണ്ടായി നശിച്ചു പോകുമ്പോഴത്തേനും അതിൻ്റെ ഒന്നുകിൽ റൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ സീഡ് വീണിട്ട് അടുത്തത് മുളച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ്. ഈ ഡീപ്പ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള ട്രൈബൽസിൻ്റെ വീടും അതൊക്കെ ശരിക്കും നമ്മൾ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ളത്. ഡയറക്റ്റ് കാണുമ്പോൾ അത് വല്ലാത്തൊരു അനുഭവമാണ്. ട്രൈബൽസാണ് ഇപ്പോൾ പാസ് ചെയ്തത്. അവർ പണിക്ക് പോവാണ്. അപ്പോൾ ഞാനൊക്കെ ആദ്യം വിചാരിച്ചു, ഞാൻ അതുപോലെ കാട്ടിലൊക്കെ വന്ന് ഇവരെ കാണുന്നതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ട്രൈബൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പണ്ടത്തെ മണിയുടെ ഒരു മൂവി ഉണ്ടായിരുന്നില്ലേ, പാമ്പു ബോയ്സിൽ, അതിൽ അവർ നടക്കണ പോലെ ഈ മൃഗങ്ങളുടെ തൊലി വെച്ചിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ്, അതുപോലെ ഇലകളും ഇതൊക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നടക്കുക എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ നോർമൽ ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ സാരി, നൈറ്റി, ചുരിദാർ അങ്ങനത്തതൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ വീട് ഭയങ്കര ചെറുതാണ്. അതുപോലെ മരങ്ങളുടെ മേലെ ഏറുമാടം പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ താമസിക്കുന്നവരുണ്ട്. വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹട്ടാണ്. ഹട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിൽ മാത്രം കല്ല് വെച്ചിട്ടുണ്ടാക്കിയതുണ്ട്. മറ്റതൊക്കെ ഇങ്ങനെ മണ്ണും മേലെ ഓല, അതുപോലെ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ട് അങ്ങനെയുള്ള വീടുകൾ, കുഞ്ഞു വീടുകളാണ്. അതിൽ ഒരു സോളാറിൻ്റെ ഒരു ലൈറ്റ് ഉണ്ടാവും. അവർക്ക് കറണ്ടൊന്നുമില്ല. അപ്പോൾ സോളാറിൻ്റെ ഒരു ചെറിയൊരു ലൈറ്റ് ഉണ്ടാവും. അത് ഡേ ടൈമിൽ അവർ പുറത്ത് കൊടുന്ന് വെച്ചിട്ട് ചാർജ് ചെയ്ത് നൈറ്റ് ടൈമിൽ അവർ യൂസ് ചെയ്യും. ഇവരെ ട്രൈബൽസിൻ്റെ മെയിൻ വരുമാനം എന്താ വെച്ചാൽ ഇവർ വീട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ കോഴി, പശു, ആട് ഇതിനൊക്കെ വളർത്തുന്നുണ്ട്. അതൊക്കെ ട്രൈബൽസിൻ്റെ വീടാണ്. പിന്നെ ഈ കുറേ കൃഷി ചെയ്യുന്നുണ്ട് ഇവർ ഇതിനുള്ളിൽ തന്നെ. പപ്പായ, കുരുമുളക്, കാപ്പി, അതുപോലെ പലതരം കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതൊക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കബനി ഫോറസ്റ്റ് അവസാനിക്കുന്നത് കേരള ബോർഡറിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഇതിനുള്ള ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കബനി ഫോറസ്റ്റ് അവസാനിക്കണതിൻ്റെ ആ ഭാഗത്തുള്ള ട്രൈബൽസിന് കുറച്ചൊക്കെ മലയാളം അറിയാം. കന്നഡ എന്താണെന്ന് സംസാരിക്കും. അതുപോലെ തന്നെ കുറച്ച് മലയാളം അറിയാം. അതിൽ ട്രൈബൽസിലുള്ള ഈ കുട്ടികൾ അവർ കൃഷി ചെയ്ത സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വന്നതാണ്. വെള്ളരിക്ക 2 30 രൂപ എന്ന് പറഞ്ഞിട്ട്. ഇത് പച്ചക്ക കഴിക്കണമെന്നാണ് പറഞ്ഞത്. ഇവരെ കണ്ടിട്ട് ട്രൈബൽസാണെന്ന് നമുക്ക് ഫീൽ ചെയ്യണില്ല അല്ലേ. അങ്ങനെ കബനി ഫോറസ്റ്റിൻ്റെ ബോർഡർ ബാവലി എന്ന് വെച്ചാൽ ബാവലി ഉള്ളത് കേരള ബോർഡറിലാണ്. കേരള സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ അത് വഴി ടച്ച് ചെയ്ത് വീണ്ടും ഞങ്ങൾ നാഗർഹോൾ നാനാച്ചി ഗേറ്റിലേക്ക് പോയി. നാഗർഹോളിൻ്റെ നാനാച്ചി ഗേറ്റ് റെയിൻബോ നോക്കി എന്തോ ഭംഗിയല്ലേ. റെയിൻബോ ഞാൻ ഇപ്പോൾ ക്യാമറയിൽ നോക്കിയപ്പോഴാണ് കണ്ടത്. സൂപ്പറായിട്ട്. ഇപ്പോൾ കയറാൻ പോണത് ലാസ്റ്റ് എൻട്രിയാണ്. 6 മണി വരെയാണ് ഇവിടെ കടത്തി വിടുള്ളത്. കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ 5:45. കാട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് മാനെയാണ്. പക്ഷേ എത്ര വീഡിയോ എടുത്താലും നമുക്ക് അത് വീണ്ടും വീണ്ടും എടുക്കാൻ തോന്നും. അവരിങ്ങനെ നിന്ന് ഫുഡ് കഴിക്കുന്നത് കാണാനായിട്ട്. പുലിയുടെ സൗണ്ട് ഉണ്ടാക്കി അവർ പേടിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുലിയുടെ സൗണ്ട് ഉണ്ടാക്കി നോക്കിയതാണ്. ആദ്യം സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ അവർ മൈൻഡ് ചെയ്തില്ല. പക്ഷേ
പിന്നെ ഒന്നും കൂടെ ഭയങ്കര കുറച്ച് സൗണ്ടിൽ ഇങ്ങനെ ഗർജിക്കണ പോലത്തെ ഒരു സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ എല്ലാം ഭയങ്കര കോൺഷ്യസ് ആയി. അതിങ്ങനെ എണീറ്റ് നോക്കും. കണ്ടോ എല്ലാവരും എണീറ്റ് നോക്കണേ. പിന്നെ അവർക്ക് മനസ്സിലായി ഇത് ഒറിജിനൽ പുലിയല്ല. അപ്പോൾ അവരെ വഴിക്ക് പോയി. എല്ലാം പെണ്ണാ, ഒരാണുള്ളൂ, അല്ല രണ്ടാണ്. കുരങ്ങന്മാർ മറ്റേ സാധാ കുരങ്ങല്ല. ഇവിടുത്തെ ഫ്രൈഡ് റൈസ് പതുക്കെ. ബൈ. എന്താ വീഡിയോ എടുക്കണമെന്ന് അങ്ങനെ എന്തോ ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനൊന്നും മിണ്ടിയില്ല. വീഡിയോ മാടാങ്കെന്ന് മാത്രം കേട്ടു. അങ്ങനെ 20 മിനിറ്റ് ലേറ്റായിട്ട് ഞങ്ങൾ എക്സിറ്റായി.